LPS ലേക്ക് ഷോർ പ്രസൻസ് SKNUT തുടരുന്നു. ഇത് കൈനകരിയാണ്. ഇതൊരു ദ്വീപ സമൂഹമാണെന്ന് വേണമെങ്കിൽ പറയാം. നാല് സ്ഥലവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കെ കാർമൽ പബ്ലിക് പ്രിൻസിപ്പലാ. അപ്പൊ അത് അങ്ങയുടെ പേര് പറഞ്ഞു? അലോഷ്യസ്. അപ്പൊ കുട്ടികളെ വിളിയാക്കാത്ത എന്താ? കുട്ടികളെ അയ്യോ ഒരു കൈയടിക്ക. ക്ലാപ്പിംഗ് ഫോർ യു. എക്സാമിനിടയ്ക്ക് നിങ്ങളെ വിളിച്ച് പുറത്തിറക്കിയതിന് വളരെ സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീകണ്ഠ സാറിനെ പരിചയം ഉണ്ടാവും അല്ലേ? ശ്രീകണ്ഠ സാറിന് ഒരു ഹായ് കൊടുത്തേ. സോ സാറിന്റെ 40ാമത്തെ വർഷമാണ് മീഡിയ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ചാനൽ ഇൻഡസ്ട്രീസിൽ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ 40th ഇയർ ആണ്. സോ അതുകൊണ്ട് നമ്മൾ പുറത്തു വെച്ചൊരു കുഞ്ഞു ഷാള് സാറിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ സാറിന് മൈക്ക് തിരിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഹായ് എന്ന് പറയൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നുകൂടെ വിളിക്കും. അപ്പൊ ഇത്തിരി ഉച്ചത്തില് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ടീച്ചർമാരെ. അത് കുഞ്ഞുങ്ങൾക്കുള്ളതല്ല, ടീച്ചേഴ്സിനുള്ളതാണ്. ടീച്ചേഴ്സിനെല്ലാം നമോവാകും. പ്രിൻസിപ്പൽ അലോഷ്യസ് ഫാദറിനും നമോവാകും. നമ്മളൊരു യാത്രയായിട്ട് ഇറങ്ങിയതാ. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ആരെങ്കിലും മിഠായി തരാം എന്ന് പറഞ്ഞ് മിഠായി നീട്ടിയാൽ നിങ്ങൾ വാങ്ങുമോ ഇല്ലയോ? നല്ല കുട്ടികൾ. അപ്പോ ഞാൻ അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മിഠായി ഫാദർ അലോഷ്യസിന്റെ ഞാൻ കൊടുത്തയക്കും. അപ്പൊ അലോഷ്യസ് ഫാദർ തരുന്നത് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. ഞാൻ തന്നാലും നിങ്ങൾ കഴിക്കണ്ട. അപ്പൊ ഞാൻ തന്നാലും മിഠായി കഴിക്കുമോ? ഉറക്കെ പറഞ്ഞേ. എന്നെ പോലുള്ള ആശാന്മാരെ കണ്ടാൽ നിങ്ങൾ മിഠായി വാങ്ങിച്ച് കഴിക്കുമോ? ഹെഡ് മാസ്റ്ററായ അലോഷ്യസ് ഫാദർ തന്നാലല്ലേ കഴിക്കൂ. ഒന്നുകൂടെ പറഞ്ഞു ഹായ് ഹായ് ഹായ്. മക്കളെ, പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടോ? ഇതിൽ പാട്ട് പാടുന്നത് എല്ലാവരും ഒന്നിച്ചൊരു പാട്ട് പാടിയേ. എല്ലാരും ഒന്നിച്ചൊരു പാട്ട് പാടിയേ. ഏത് പാട്ടാ? ഫാദറിന് അറിയാമല്ലേ, കുട്ടികൾക്ക് അറിയാവുന്ന പാട്ട് ഏതാണെന്ന്. അതങ്ങനെ ഒരു കാര്യം ചെയ്യാം, പാട്ട് പാടണമെന്ന് ചോദിക്കാം. അപ്പോൾ ടീച്ചേഴ്സിനും എല്ലാവർക്കും സന്തോഷം, ഫാദറിനും സന്തോഷം. ഹായ് ഹായ്. ഒരു ഹായ് ഇവിടെ പറഞ്ഞേ, നിങ്ങളുടെ ശക്തി നോക്കട്ടെ. അപ്പോ ആരെങ്കിലും ചേട്ടന്മാരോ അങ്കിളന്മാരോ അപ്പൂപ്പന്മാരോ ഉപ്പാപ്പന്മാരോ ആരെങ്കിലും മിഠായി വെച്ച് നീട്ടിയാൽ വേണ്ടെന്ന് പറയണം. വേണ്ട, താങ്ക് യു. എങ്ങനെ പറയും? വേണ്ട, താങ്ക് യു. എന്നിട്ട് പിന്നെ എന്ത് പറയും? സ്കൂളിൽ വന്നിട്ട് പ്രിൻസിപ്പലിനോടും ടീച്ചേഴ്സിനോടും പറയും, ഇങ്ങനെ ഒരു അങ്കിള് മിഠായി നീട്ടി, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല, ഞങ്ങൾ താങ്ക് യു എന്ന് പറഞ്ഞു. പിന്നെയും ആ അങ്കിള് നീട്ടിയാൽ എന്ത് പറയണം? കണ്ണ് മുഴപ്പിച്ച് നോക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? എന്ത് ചോദിക്കും? പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ പിന്നീട് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മളിക്ക് പോവുക. നമ്മൾ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ കുട്ടികളെ, നിങ്ങളുടെ സമയം അവതരിക്കുന്നില്ല. അപ്പൊ നിങ്ങളെല്ലാം 24 ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളെല്ലാം ഞങ്ങൾ ലൈവ് ആക്കി വിട്ടിരിക്കുക. ഇപ്പം നിങ്ങളെല്ലാം എന്താണ്? അപ്പോ 24 ലൈവ്. മനസ്സിലായോ? 24 എന്തുവാ? കഴിക്കാനുള്ള എന്താണ് സാധനം? ഓക്കെ. അപ്പോ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു പ്രതിജ്ഞ എടുത്താലോ? നമുക്ക് ഈ സ്കൂളില് ഒരു പ്രതിജ്ഞ എടുക്കാം. റെഡിയാണോ നിങ്ങള്? അപ്പൊ ഇതാ പ്രതിജ്ഞ. ഇത് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ചുകൂടെ വലിയ കുട്ടികളാണ് മനസ്സിലാവും. എന്തായാലും ഈ പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ്. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ വേണ്ടാത്ത പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും നാട്ടിൽ പ്രചരിക്കുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം
ഞാൻ അറിയുന്നു. അതുകൊണ്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനിയുള്ളത് പറയണ്ട, പറയണം, ഇനിയുള്ളത് പറയണം. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഇനിയുള്ളത് പറയണ്ട. താങ്ക് യു.